വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 17 മുതൽ പുസ്തകങ്ങളിലൊക്കെ എടുക്കാൻ നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരെ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അത്രേ സന്തോഷിപ്പീൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവില്ല എന്നുവെച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്കായി വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ശിശുക്കളായ യോഹന്നാനെയും ശിശുവായി ലോകത്തിൽ മാതാവിനുള്ളിൽ മറഞ്ഞിരുന്ന യേശു കുഞ്ഞിനെയും നമ്മൾ ഓർക്കുന്ന ഈ കാലയളവിൽ നമുക്ക് തിരിഞ്ഞ് ശിശുവിനെ പോലെയായി നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി ആ കർത്താവിനോടും യോഹന്നാസ്നാപകനോടും ഒക്കെ ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ള പുതിയ ഉറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ പാമ്പുകളെയും തേളുകളെയും ശക്തിനെയും പിശാചിനെയും അവൻ്റെ എല്ലാ അധികാരത്തെയും തകർത്ത് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി നമ്മളെ സ്വീകരിച്ച് നമുക്ക് അംഗീകാരം തരുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുവാൻ, ശിശുക്കളെ പോലെ നമ്മളെ സ്വീകരിച്ചതിൻ്റെ മടിയിലിരിച്ച് നമ്മളെ ആനന്ദിപ്പിക്കുന്ന കർത്താവിൻ്റെ കൃപ ആസ്വദിക്കുവാൻ നമ്മുടെ ഈ നോമ്പിൻ്റെ 14-ാം ദിവസം ഉതകട്ട് ഇനി ശേഷിക്കുന്നതായ ഏതാനും ദിവസങ്ങൾ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളായി അവശേഷിച്ചിരിക്കുമ്പോൾ ജന്മപ്പെരുന്നാളിൻ്റെ സുദിനത്തിൽ മാതാവിനും യോസേപ്പിനും ഒക്കെ ഉണ്ടായ ആനന്ദം നമുക്കുണ്ടാകുവാൻ, കർത്താവിൻ്റെ ആനന്ദം നമ്മുടേതായി തീരുവാൻ, ആ ആനന്ദം തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന ബലശാലികളെ നമ്മളെ മാറ്റുവാൻ സർവായുധമൊക്കെ തിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളോടും ഒരിക്കൽ കൂടെ യാത്ര പറയുവാൻ പാവദിന പ്രാർത്ഥന ഒരിക്കലൂടെ നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.